الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, കാരുണ്യവനായ റബ്ബ് നമ്മുടെ എല്ലാ ജീവിതത്തിൽ വന്ന എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടജീവിതത്തിൽ റബ്ബിനെ തഖ്വ ചെയ്ത് ജീവിക്കാനും അവസാന മോമിനായി മരിക്കാനും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു നമുക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു ആജിലും മുസ്തമിറുമാ ഷിഫ നൽകുമാറാകട്ടെ. ലോകത്ത് പ്രയാസപ്പെടുന്ന മനുഷ്യർ, ഫലസ്തീനുകൾ ഉൾപ്പെടെ എല്ലാവർക്കും അല്ലാഹു ആശ്വാസവും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. BC 62 റോമ ഭരിച്ചിരുന്ന ചക്രവർത്തിയാണ് സീസർ. സീസറിന്റെ കാലത്ത് റോമയിൽ ഒരു മതാഘോഷം നടക്കുന്നുണ്ടായിരുന്നു. എല്ലാ വർഷവും നടന്നു വരാറുള്ള ഒരു മതപരമായ ആഘോഷമാണ് റോമക്കാരുടെ. ആ മതാഘോഷത്തിന്റെ പ്രത്യേകത, സ്ത്രീകൾക്ക് മാത്രമേ അവിടെ പ്രവേശിക്കാൻ അനുമതിയുള്ളൂ എന്നുള്ളതാണ്. ആ ആഘോഷ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പുരുഷന്മാർക്ക് അനുവാദമില്ല. സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന ഒരു ആഘോഷം. അതുകൊണ്ട് തന്നെ ആഘോഷത്തിന്റെ ആ ചടങ്ങിന്റെ നേതൃത്വം വഹിക്കുന്നത് സീസറുടെ ഭാര്യയായ പോംപെയാണ്. അവരുടെ നേതൃത്വത്തിലാണ് എല്ലാ വർഷവും ഈ ചടങ്ങ് നടക്കാറുള്ളത്. ഒരിക്കൽ ഈ ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് ഒരു യുവാവായ ഒരു സുന്ദരൻ സ്ത്രീകളുടെ വേഷം ധരിച്ച് ഒളിച്ചു കിടന്നു. അത് റോമിൽ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചു. ഇദ്ദേഹം ഈ ചടങ്ങിലേക്ക് കടന്നത് സീസറുടെ ഭാര്യ പോംപെയെ പ്രേമിക്കാൻ വേണ്ടിയാണെന്നും അവരെ കാണാൻ വേണ്ടിയാണെന്നൊക്കെ റോമിൽ പ്രചരിച്ചു. ഏതായിരുന്നാലും കേസ് വിചാരണയ്ക്കെത്തി. അപ്പോൾ സീസറിനോട് ചോദിച്ചു, നിങ്ങളുടെ ഭാര്യ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അപ്പൊ സീസർ പറഞ്ഞ മറുപടിയാണ്, എന്റെ ഭാര്യ തെറ്റ് ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല, അങ്ങനെ വിചാരിക്കുന്നില്ല. പക്ഷേ സീസറുടെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം. അവൾ ഒരിക്കലും സംശയിക്കപ്പെടാൻ പാടില്ല. അവൾ സംശയിക്കപ്പെടുന്ന ഒരു സ്ഥാനത്ത് സീസറുടെ ഭാര്യ ഉണ്ടാകാൻ പാടില്ല. ഇത് നമ്മുടെ നാട്ടിൽ സാധാരണ പറഞ്ഞു വരാറുള്ളൊരു ചൊല്ലാണ്, സീസറുടെ ഭാര്യ സംശയത്തിനപ്പുറത്തായിരിക്കണം എന്നുള്ളത്. മതരംഗത്തും മതേതര രംഗത്തുമൊക്കെ പൊതു പ്രവർത്തകരായ ആളുകൾ അവരിൽ നിന്നും വേണ്ടാത്തരങ്ങൾ ഉണ്ടാകുമ്പോൾ പൊതുജനം അവരെക്കുറിച്ച് പറയാറുള്ള ഒരു വാക്യകൂടിയാണ്. ഒരു മനുഷ്യനുണ്ടാകേണ്ട അതിപ്രധാനമായ 2 വിശുദ്ധികളാണ്, ഒന്ന് ലൈംഗിക വിശുദ്ധി, മറ്റൊന്ന് സാമ്പത്തിക വിശുദ്ധി. പ്രത്യേകിച്ചും ലൈംഗിക വിശുദ്ധി എന്നുള്ളത്
പൊതുപ്രവർത്തകരായ ആളുകൾക്ക് പ്രത്യേകിച്ചും ഉണ്ടാകുക. അവർ കുറ്റക്കാരല്ലെങ്കിൽ പോലും അവരെ സംശയിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവരൊരിക്കലും എത്തിപ്പെടാൻ പാടില്ല. അവരത് സൂക്ഷിക്കണം. കാരണം പൊതുപ്രവർത്തകരെന്നുള്ളത് അവർ സമൂഹത്തിന് മാതൃകയാണ്. അവരെ ഈ രീതിയിൽ സംശയിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ അവരിടപെട്ടാൽ സ്വാഭാവികമായിട്ടും അവർ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? ഒരു തെറ്റായ സന്ദേശമായിരിക്കും ഇവർ നൽകുക. അതുകൊണ്ട് മതനേതാക്കളാണെങ്കിലും മതേതര രാഷ്ട്രീയ സാമൂഹിക നേതാക്കളാണെങ്കിലും അവരൊക്കെ ലൈംഗിക വിശുദ്ധി ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കാൻ തയ്യാറാകണം. അതിനേറ്റവും വലിയ മാതൃകകളാണ് പ്രവാചകന്മാർ. പ്രവാചകന്മാർ വിശുദ്ധരാണ്. അതിൽ നമുക്കാർക്കും സംശയമില്ല. അങ്ങനെ സംശയിക്കാനും പാടില്ല. എന്നാൽ പ്രവാചകന്മാരുടെ പത്നിമാരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ സനത്ത് ഇംറഅത്തു നബിയ്യിൻ, ഒരു നബിമാരുടെയും ഭാര്യമാർ വ്യഭിചരിച്ചിട്ടില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയേണ്ടി വന്നത്? ചില നബിമാരുടെ ഭാര്യമാർ വിശ്വാസികളായിരുന്നില്ല, അവർ കാഫിറത്തുകളായിരുന്നു. എന്നാൽ പോലും അവർ വ്യഭിചരിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയെക്കുറിച്ചും ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയെക്കുറിച്ചും അവർ കാഫിറത്തുകളായിരുന്നു എന്ന് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ലറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത്. സത്യനിഷേധിനികൾക്ക് നൂഹിന്റെ ഭാര്യയും ലൂത്തിന്റെ ഭാര്യയും മാതൃകയാണ്. കാനത്താ തഹ്ത അബ്ദൈനി മിൻ ഇബാദിന, നമ്മുടെ രണ്ട് നല്ല ദാസന്മാരുടെ ഭാര്യമാരായിരുന്നു അവർ. ഒന്ന് നൂഹിന്റെ ഭാര്യ, ഒന്ന് ലൂത്തിന്റെ ഭാര്യ. രണ്ടുപേരും വലിയ രണ്ട് പ്രവാചകന്മാരാണ്. പക്ഷെ അവരുടെ കൂടെ ഭാര്യമാരായി ദീർഘകാലം ജീവിച്ചിട്ട് പോലും ഫഖാനത്താഹുമ, ഈ ഭർത്താക്കന്മാരെ വഞ്ചിക്കുകയാണ് ഈ ഭാര്യമാർ ചെയ്തത്. വഖീല ദുഖുലൻ നാറ മഅദ്ദാഖിലീൻ, അവരോട് പറയപ്പെടും നാളെ നരകവാസികളുടെ കൂടെ നിങ്ങളും നരകത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളുക എന്ന് പറയപ്പെടും. അപ്പൊ രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാര് അവരെ കൊണ്ട് വിശ്വസിക്കാത്തവരായിരുന്നിട്ട് പോലും മാ സനത്ത് ഇംറഅത്തു നബിയ്യിൻ, ഒരു നബിമാരുടെയും ഭാര്യമാര് വ്യഭിചരിച്ച ചരിത്രമില്ല. അങ്ങനെയില്ല. കാരണം പ്രവാചകന്മാർ സമൂഹത്തിന്റെ മാതൃകയാണ്. അവർ സമൂഹത്തോട് ഇത് പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ അവർക്കിടയിലോ അവരുടെ കുടുംബങ്ങൾക്കിടയിലോ ഇത്തരത്തിലൊന്നുണ്ടായിത്തീരുമ്പോൾ അവർക്ക് സമൂഹത്തോട് ഇത് പറയാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വവും ആ ബാധ്യതയും അവർക്ക് ഇല്ലാതായിത്തീരും. അവർക്ക് അർഹത നഷ്ടപ്പെടും. അവിടെയാണ് നമ്മൾ സമകാലിക പൊതുപ്രവർത്തകർ അവരെ നമ്മളൊന്ന് വിലയിരുത്തി നോക്കേണ്ടത്. നാമൊക്കെ ബഹുമാനത്തോടെ ബഹുമാനപൂർവ്വം കാണുകയും ബഹുമാനിക്കപ്പെടുന്നവരെന്ന് വാക്കുപയോഗിച്ച് സംബോധന ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ് ഈ നേതാക്കന്മാർ. അടുത്ത കാലത്താണല്ലോ കേരളത്തിലെ ഭരണപരിഷ്കാരത്തിന്റെ ഭാഗമായി മന്ത്രിമാരെ പരിചയപ്പെടുത്തുമ്പോൾ ബഹുമാനപ്പെട്ട എന്ന് ചേർക്കണമെന്ന ഉത്തരവ് അടുത്ത കാലത്തുണ്ടായി. എഴുത്തിൽ ബഹുമാനപ്പെട്ട എന്ന് മന്ത്രിയുടെ മുമ്പ് ചേർക്കണം. വേണ്ടത് തന്നെയാണ്. ബഹുമാനമെന്നുള്ളത് ഭീഷണിപ്പെടുത്തി വാങ്ങേണ്ട ഒന്നല്ല, യാചിച്ചു വാങ്ങേണ്ടതുമല്ല ബഹുമാനം. ബഹുമാനം കൊടുത്തിട്ടാണ് സത്യത്തിൽ ബഹുമാനം വാങ്ങേണ്ടത്. ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ മുന്നിലാണ് നമ്മൾ. ഇപ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന സ്ഥാനാർത്ഥികൾ നമ്മളെ സംബോധന ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ടവരെ എന്നാണ്. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നാം അവരെ ബഹുമാനപ്പെട്ടവരെന്ന് വിളിക്കേണ്ട ഒരു ഗതികേടിലാണ് നമ്മളുള്ളത്. സത്യത്തിൽ ഈ വിജയിച്ച ആളുകൾ അവർ മെമ്പർമാരായി, MLA-മാരായി, MP-മാരായി തീരുമ്പോൾ സയ്യിദുൽ ഖൗമി ഖാദിമുഹും, നമ്മുടെ സേവകരാണവർ. ജനത്തിന് സേവനം ചെയ്യാൻ വേണ്ടി നമ്മൾ തെരഞ്ഞെടുത്തവരാണവർ. എന്നിട്ടും നാം പിന്നെ അവരെ ബഹുമാനിക്കപ്പെടേണ്ടവർ, ബഹുമാനപ്പെട്ടവർ എന്ന് സംബോധന ചെയ്യേണ്ടി വരുന്നുണ്ട്. ആയിരിക്കട്ടെ, അവരുടെ സ്ഥാനമാനത്തിനാണ്. പക്ഷെ അത്തരം ബഹുമാനങ്ങൾക്ക് ഹാനി വരുത്തുന്ന പ്രവർത്തനങ്ങൾ അത്തരക്കാരൊന്നും ഉണ്ടാകാൻ പാടില്ല. അവരാ ബഹുമാനം ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന രീതിയിൽ അവരുടെ സ്വഭാവങ്ങളെ അവർ ശുദ്ധീകരിക്കേണ്ടതുണ്ട്, കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട്.
ഈ പറഞ്ഞതിനർത്ഥം കേൾക്കുന്നതെല്ലാം സത്യമാണെന്നല്ല. അക്കൂട്ടത്തിൽ അപരാധികളും നിരപരാധികളും ഉണ്ടാകാം. നിരപരാധികൾ രക്ഷപ്പെടണം, അപരാധികൾ ശിക്ഷിക്കപ്പെടുകയും വേണം. മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു തആല അൻഹു ഇറാഖിലെ ഗവർണറാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫ ആയിരിക്കുന്ന കാലഘട്ടം. ഇറാഖ് എന്ന് പറയുന്ന ആ സമ്പന്നമായ പ്രവിശ്യയുടെ, ആ പുരാതന പ്രവിശ്യയുടെ ഗവർണറായ മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് ആ നാട്ടുകാരായ ചില ആളുകൾ ഒരു ആരോപണം പറഞ്ഞു. മുഗീറ അന്ന് പള്ളിയിലെ ഇമാം കൂടിയാണ്, ഗവർണറാണ് പള്ളിയിൽ ഇമാമ് നിൽക്കുക. 4 പേരാണ് മുഗീറയെ കുറിച്ച് ആരോപണം പറഞ്ഞത്. മുഗീറ ഇത്തരത്തിൽ ഒരു ലൈംഗിക വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്, ഞങ്ങളതിന് സാക്ഷികളാണ് എന്ന് അവർ സാക്ഷ്യം വഹിച്ചു. ഒന്ന് അബൂബക്കറത്താണ്, മറ്റൊന്ന് നാഫിയാണ്, മറ്റൊന്ന് ഷിബിലിയാണ്, മറ്റൊന്ന് സിയാദാണ്. ഈ 4 പേരാണ് ഈ മുഗീറത്ത് ഇബ്നു ശുഅബയെ കുറിച്ച് ആരോപണം പറഞ്ഞത്. ഗവർണർ ഇമാം നിൽക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നപ്പോൾ ഇവർ തടഞ്ഞു. നിങ്ങൾ ഇമാം നിൽക്കാൻ പാടില്ല, നിങ്ങളതിന് യോഗ്യനല്ല, നിങ്ങളിങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇമാമിനെ തടഞ്ഞു, ഗവർണറെ തടഞ്ഞു. വിഷയം ജനങ്ങൾ അമീറുൽ മുഅ്മിനീൻ ഉമറിനെ അറിയിച്ചു. ഉമർ ഇവരെ 4 പേരെയും മുഗീറ ഗവർണറെയും മദീനയിലേക്ക് വിളിപ്പിച്ചു. ആദ്യം അബൂബക്കറിനോട് ചോദിച്ചു, നിങ്ങൾ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ശരിയാണോ? അങ്ങനെ ഒരു തെറ്റിൽ ഇദ്ദേഹം അകപ്പെട്ടിട്ടുണ്ടോ? അബൂബക്കറത്ത് പറഞ്ഞു, ഞാനത് കണ്ടതാണ്. അടുത്തയാളോട് ചോദിച്ചു, അടുത്തയാളും പറഞ്ഞു, ഞാനത് കണ്ടതാണ്. മൂന്നാമത്തെ ആളോടും ചോദിച്ചു, നിങ്ങളിത് കണ്ടോ? ഞാനത് കണ്ടതാണ്. ഉമർ റളിയല്ലാഹു അൻഹു വല്ലാതെ പ്രയാസപ്പെടാൻ തുടങ്ങി. ഉമറിന്റെ അടുത്ത സുഹൃത്താണ് ഈ മുഗീറത്ത് ഇബ്നു ശുഅബ എന്ന് പറയുന്ന ഇറാഖിലെ ഗവർണർ. ആ ഗവർണറെ കുറിച്ചാണ് 4 പേര് അദ്ദേഹം വ്യഭിചരിച്ചു എന്ന് സാക്ഷി നിൽക്കാൻ പോകുന്നത്. 3 പേര് സാക്ഷി നിന്നിട്ടുണ്ട്. 4ാമത്തെ ആളുകൂടി ഞാനത് കണ്ടു എന്ന് പറഞ്ഞാൽ ഈ ഗവർണറെ തലയെടുക്കണം, അദ്ദേഹത്തെ കൊല്ലണം. അതാണ് ഇസ്ലാമിന്റെ ശിക്ഷ. ഉമർ വല്ലാതെ പ്രയാസപ്പെട്ടു. 4ാമത്തെ ആളോട് സിയാദിനോട് ചോദിച്ചു, നിനക്കെന്ത് പറയാനുണ്ട്? അപ്പോൾ സിയാദ് പറഞ്ഞത്, റഅയ്തു മൻദറൻ കബീഹൻ വ മജ്ലിസൻ സയ്യിഅൻ. അദ്ദേഹം ഒരു മോശമായ ഒരു സദസ്സിലിരിക്കുന്നത് ഞാൻ കണ്ടു, ഒരു മോശമായ രംഗം ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് സിയാദ് പറഞ്ഞു. ഉമർ ചോദിച്ചു, സുറുമക്കുപ്പിയിലേക്ക് കോലിറങ്ങുന്നത് നീ കണ്ടോ എന്നാണ് ഉമർ ചോദിക്കുന്നത്. അങ്ങനെ തന്നെ ചോദിച്ചത്. അപ്പൊ അദ്ദേഹം കാലല്ല, അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഉമർ അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ തക്ബീർ ചൊല്ലുന്നുണ്ട്, അൽഹംദുലില്ലാഹ്. അങ്ങനെ ഈ ആരോപിക്കപ്പെട്ട മുഗീറ എന്ന് പറയുന്ന ഗവർണറെ വെറുതെ വിടുകയാണ്. കാരണം 3 സാക്ഷികളുള്ളൂ, 4ാമത്തെ ആൾ സാക്ഷി പറഞ്ഞിട്ടില്ല, കൃത്യമായി സാക്ഷി പറയുന്നില്ല. അപ്പൊ ആ കൂട്ടത്തിൽ ആരോപിക്കപ്പെടുന്ന പൊതുപ്രവർത്തകരുടെ കൂട്ടത്തിൽ നിരപരാധികളുണ്ടാകാം. നിരപരാധികൾ രക്ഷപ്പെടണം. പക്ഷേ ആ നിരപരാധികളും തെറ്റിന്റെ സാഹചര്യങ്ങളിലേക്ക് ഒരിക്കലും പോകരുത്. അടുത്ത ആഴ്ച കാലത്താണല്ലോ മെക്സിക്കോയുടെ പ്രസിഡന്റ്, മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രസിഡന്റ് ഒരു പൊതുപരിപാടിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ 33 വയസ്സുള്ള ചെറുപ്പക്കാരൻ അവരെ കടന്നുപിടിച്ചു. ഒരു കൈ തോളിലിട്ടിട്ട് മറ്റേ കൈ കൊണ്ടുപോയിട്ട് ബ്രസ്റ്റിൽ പിടിച്ചു. അപ്പോഴാണ് മെക്സിക്കോയുടെ പ്രസിഡന്റ് പ്രഖ്യാപിച്ചത്, ഈ രാജ്യത്തിന്റെ പ്രസിഡന്റായി എനിക്ക് പോലും ഈ രാജ്യത്തിന് രക്ഷയില്ല. ഒരു പൊതു സദസ്സിൽ വെച്ച് പ്രഭാഷണം നടത്തുമ്പോൾ എന്നെപ്പോലും കയറി പിടിക്കുന്നു ഒരു വനിതയായ എന്നെ. അതുകൊണ്ട് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ക്രിമിനൽ കുറ്റമായി പ്രഖ്യാപിക്കണമെന്ന് ഈ അടുത്ത കാലത്താണ് മെക്സിക്കോയുടെ പ്രസിഡന്റ് അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയേണ്ടി വന്നത്. ഇതാണ് ഇന്നത്തെ അവസ്ഥ. സ്ത്രീകൾക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ പരസ്യമായി പോലും അവരെ ഈ രീതിയിൽ അതിക്രമങ്ങൾക്കിരയാക്കാനും പീഡിപ്പിക്കാനൊക്കെ ധൈര്യം കാണിക്കുന്ന ഒരു സമൂഹം നമ്മുടെ നാടുകളിൽ വളർന്നുകൊണ്ടിരിക്കുക. ഇതൊരു സ്ഥിരം കേൾവിയാണ്, വാർത്തയല്ലാതായ കാര്യങ്ങളാണ്. പാലത്തായി കേസിൽ അടുത്ത കാലത്താണ് വിധി വന്നത്. ഒരു അധ്യാപകൻ ഒരു ചെറിയ പെൺകുട്ടിയെ ഈ രീതിയിൽ ദുരുപയോഗം ചെയ്തപ്പോൾ കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു അധ്യാപകനിൽ നിന്നും ഒരിക്കലും ഇത് ഉണ്ടാകാൻ പാടില്ല. അധ്യാപകനെ ദൈവതുല്യം കാണുന്ന നാടാണ് കേരളം. ഗുരു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഗുകാരം, അന്ധകാരം, രുകാരത്തിനിരോധിതം എന്നാണ്. സംസ്കൃതത്തിലെ അർത്ഥം അങ്ങനെയാണ്. ഗു എന്ന വാക്കിനർത്ഥം അന്ധകാരം എന്നാണ്, ഇരുട്ട് എന്നാണ്.
രു എന്ന വാക്കിനർത്ഥം നിരോധിതം, അന്ധകാരം ഇല്ലാതാക്കുക, ഇരുട്ടില്ലാതാക്കുക. ഇതാണ് ഒരു ഗുരു ചെയ്യേണ്ട പണി. ഒരു അധ്യാപകന്റെ ജോലി വിദ്യാർത്ഥിയിൽ നിന്നും ഇരുട്ടില്ലാതാക്കലാണ്, അവനിലേക്ക് വെളിച്ചം കൊടുക്കലാണ്. ഇത് ചെയ്യേണ്ട ഒരു അധ്യാപകൻ തന്നെ ഇങ്ങനെ ഒരു ചെറിയ പെൺകുട്ടിയെ ഈ രീതിയിൽ ദുരുപയോഗം ചെയ്യുമ്പോൾ ഗൗരവത്തോടെ കാണേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി പാലത്തായി കേസിൽ വിധി പറയുന്നത്. നമ്മളത് ശ്രദ്ധിച്ചു. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. 200 വിദ്യാർത്ഥികളെയാണ് ഈ അടുത്ത നാളുകളിലായി പീഡിപ്പിക്കപ്പെട്ടതായി, അധ്യാപകരാൽ പീഡിപ്പിക്കപ്പെട്ട 200ഓളം കേസുകൾ. സ്വന്തം ഗുരുനാഥനാൽ പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികൾ. അപ്പൊ ഇത്തരത്തിലുള്ള ഈ വാർത്തകൾ നമ്മുടെ നാട്ടിൽ ഒരു വാർത്തയല്ലാതായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിജീവിത എന്നാണ് പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടിയെ നമ്മൾ സംബോധന ചെയ്യുക. അതിജീവിത, അവരുടെ പേര് പറയാൻ പാടില്ല, അത് തെറ്റാണ്. കേരള സർക്കാരിന്റെ എൻട്രി ഹോമുകളുണ്ട്. ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളെ താമസിപ്പിക്കുന്ന സർക്കാരിന്റെ സ്ഥാപനങ്ങളാണ് എൻട്രി ഹോം. ഈ എൻട്രി ഹോമുകളിൽ ഏതാണ്ട് ഒരു 4-5 വർഷത്തെ കണക്കെടുക്കുമ്പോൾ 2312 പെൺകുട്ടികൾ എൻട്രി ഹോമുകളിൽ ഈ 4-5 വർഷം കൊണ്ട് പ്രവേശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവിഹിതമായി ഗർഭം ധരിക്കേണ്ടി വന്ന 2312 പെൺകുട്ടികൾ. അതിൽ 209 പെൺകുട്ടികൾ 18 വയസ്സിന് താഴെയാണ്. ആലോചിച്ചു. വീടുകളിൽ കഴിയുന്ന കണക്ക് വേറെയാണ്. ഇത്രമാത്രം ഈ പീഡനങ്ങൾ, പ്രത്യേകിച്ച് അവിഹിതമായ പീഡനങ്ങൾ ഈ രീതിയിൽ പെൺകുട്ടികൾ, 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളൊക്കെ സഹിക്കേണ്ടി വരുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറുകയാണ്. പാശ്ചാത്യ നാടുകളിലാണ് അമ്മത്തൊട്ടിൽ എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായിരുന്നത്. 2002 കേരളത്തിൽ ആദ്യമായി അമ്മത്തൊട്ടിൽ തുടങ്ങി, തിരുവനന്തപുരത്ത്. അന്ന് കേരളീയർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. സദാചാര കേരളത്തെ നിങ്ങൾ പരിഹസിക്കുകയാണോ എന്നാണ് ശിശുക്ഷേമ സമിതിയോട് ചോദിച്ചത്. സദാചാര കേരളത്തെ പരിഹസിക്കുകയാണോ? എന്താ സംഭവിച്ചത്? 2002 തിരുവനന്തപുരത്ത് തുടങ്ങിയ അമ്മ തൊട്ടിൽ ഇന്ന് എല്ലാ ജില്ലകളിലുണ്ട്. അമ്മത്തൊട്ടില് അവിടെ നിരന്തരം മണി മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 350ഓളം കുട്ടികളാണ് ഈ അടുത്ത ഏതാനും വർഷങ്ങൾക്ക് മുമ്പിൽ അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിക്കപ്പെട്ടത്. അമ്മമാർക്ക് വേണ്ടാത്ത കുട്ടികൾ, അവിഹിത ഗർഭം ധരിക്കുന്ന കുട്ടികൾ. ഇത്തരത്തിൽ ഒരു വല്ലാത്തൊരവസ്ഥ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയാണ്. ഇവിടെയാണ് ലൈംഗിക വിശുദ്ധി കാത്തുസൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത പൊതുസമൂഹം മൊത്തത്തിലും പ്രത്യേകിച്ച് നേതൃരംഗത്തിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ ഈ വിഷയത്തെ നന്നായി അഡ്രസ് ചെയ്യുന്നുണ്ട്. ഖുർആൻ ഉടനീളം പരിശോധിച്ചാൽ മനുഷ്യന്റെ ലൈംഗിക ശുദ്ധിയെക്കുറിച്ച് എത്ര സ്ഥലത്താണ് ഖുർആൻ ഊന്നി പറയുന്നത്? വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. വിശ്വാസികൾ ആരാണെന്ന് പരിചയപ്പെടുത്തിയെടുത്ത് പടച്ചോൻ പറഞ്ഞത് ലൈംഗിക വിശുദ്ധിയുള്ളവനാണ് യഥാർത്ഥത്തിൽ വിശ്വാസി. ഇല്ല അല അസ്വാജിഹിം, സ്വന്തം ഇണയുടെ മുന്നിൽ ഒഴിച്ച്. ഒരാൾക്ക് അല്ലാഹു അനുവദിച്ചതാണ് ഇണ. ആ ഇണയ്ക്കപ്പുറത്തേക്ക് ഒരാൾ അവന്റെ വൈകാരികത ആവശ്യം തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നെങ്കിൽ അവൻ വിശ്വാസിയല്ല, അതൊരു വിശ്വാസിയുടെ സ്വഭാവമല്ല എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നു. ഖുല്ലിൽ മുഅ്മിനീന യഗുള്ളൂ മിൻ അബ്സാരിഹിം. നബിയെ, വിശ്വാസികളോട് പറഞ്ഞു കൊടുക്ക്, കണ്ണ് ചിമ്മാൻ പറ, വേണ്ടാത്ത കാഴ്ചകളിലേക്ക് നോക്കാതിരിക്കാൻ പറ. അടുത്ത ആയത്ത് ഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന. സത്യവിശ്വാസികളായ പെണ്ണുങ്ങളോടും പറ നബിയെ, കണ്ണ് ചിമ്മാൻ പറ, വേണ്ടാത്തരങ്ങളിലേക്ക് നോക്കാതിരിക്കാൻ വേണ്ടി അവരോട് പറ. നബി തിരുമേനി പറഞ്ഞില്ലേ, മയ്യളുമുനുലി മാ ബൈന ലഹിയഹി വഫഖദൈഹി അളുമുനു ലഹു ബിൽ ജന്ന. 2 അവയവങ്ങളെ കൊണ്ട് തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പു തന്നാൽ ഞാൻ അവന് സ്വർഗം ഉറപ്പു കൊടുക്കാം. ഒന്ന് മനുഷ്യന്റെ നാവാണ്, മറ്റൊന്ന് അവന്റെ ലൈംഗിക അവയവമാണ്. അതൊരാൾക്ക് ഉറപ്പു കൊടുക്കാൻ കഴിയുമെങ്കിൽ അവൻ സ്വർഗം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പു കൊടുക്കും. നാളെ അള്ളാഹുവിന്റെ അർശിന്റെ തണല് കിട്ടുന്ന 7 വിഭാഗം ആൾക്കാരുണ്ട്. ഒരു വിഭാഗമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് വറജുലുൻ ദഅതുഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വജമാലി. ഒരു കുലീനയായ ഒരു പെണ്ണ്, സുന്ദരിയായ ഒരു പെണ്ണ്, എല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങിയ ഒരു സമയത്ത് അവനെ വിളിച്ചു. ഫഖാലാവും പറഞ്ഞു, ഇന്നി അഖാഫുല്ലാഹ്, പെണ്ണെ ഞാനതിനില്ല, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുകയാണ്. പടച്ചോനെ പേടിച്ചിട്ട് ഞാനതിനില്ല എന്ന് പറഞ്ഞ് പിന്മാറിയാൽ ഒരു തണലുമില്ലാത്ത നാളെ മഹ്ശറയിൽ അർശിന്റെ തണലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് തണല് കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഗുഹാവാസികളുടെ ചരിത്രം പറഞ്ഞെടുത്ത് പ്രവാചകൻ പരിചയപ്പെടുത്തിയല്ലോ. 3 പേര് ഗുഹയിൽ അകപ്പെട്ടുപോയി.
രാത്രി യാത്രക്കിടയിൽ ഗുഹയിൽ അകപ്പെട്ടുപോയ 3 ആളുകൾ. ഗുഹാമുഖം ഒരു പാറക്കല്ല് ഒന്ന് അടഞ്ഞുപോയി. അവര് തീരുമാനിച്ചു, ഇനി പടച്ചതമ്പുരാനോട് ഞങ്ങൾ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും സൽക്രമം മുൻനിർത്തി പ്രാർത്ഥിച്ചാലല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ 3 പേരും 3 പ്രാർത്ഥനകൾ ചെയ്തു. സുദീർഘമായ ഒരു സംഭവമാണ്. അതിലൊരാൾ ചെയ്ത പ്രാർത്ഥന, പടച്ചവനെ, ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ ഏറെ പ്രേമിക്കുന്ന ഒരു പെൺകുട്ടി എനിക്കുണ്ടായിരുന്നു, എന്റെ കുടുംബത്തിൽപ്പെട്ട. ഞാൻ അവളോട് പല പ്രാവശ്യം എന്റെ ഇംഗിതം, എന്റെ ആഗ്രഹം ഞാൻ അവളോട് പറഞ്ഞു. അവൾ സമ്മതിച്ചില്ല. ഒരിക്കൽ എന്റെ അടുക്കൽ പൈസ വായ്പ വാങ്ങാൻ വേണ്ടി എന്റെ അടുക്കൽ വന്നു. ഞാൻ അവൾക്ക് പൈസ കൊടുക്കുമ്പോൾ ഒരു ഡിമാൻഡ് വെച്ചു, എന്റെ ഇംഗിതം നടപ്പിലാക്കി തരണം. ആ പെൺകുട്ടി നിവൃത്തിയില്ലാതെ അതിന് സമ്മതിച്ചു. ഞങ്ങൾ 2 പേരും ആരും കാണാത്തൊരു സ്ഥലത്ത് ഒരുമിച്ചു. ഞങ്ങൾ തയ്യാറായി. അവസാനമായ പെൺകുട്ടി എന്നോട് പറഞ്ഞു, ഇത്തക്കില്ല, പടച്ചോനെ സൂക്ഷിക്കണം കേട്ടോ എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ എണീറ്റ് പോന്നു. അള്ളാഹു, നിന്നെ പേടിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത്. എനിക്കെല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു, നിന്നെ പേടിച്ചിട്ട് മാത്രം. ഇത് പറഞ്ഞപ്പോഴാണ് ആ ഗുഹാമുഖം തുറന്ന് ആ മനുഷ്യർക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ ലൈംഗിക വിശുദ്ധി എന്നുള്ളത് അവന്റെ ആപൽഘട്ടങ്ങളിൽ, അപകടഘട്ടങ്ങളിൽ അവനെ രക്ഷപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ് ലൈംഗിക വിശുദ്ധി എന്നുള്ളത്. അതുകൊണ്ടൊരു സ്ത്രീയെ കാണുമ്പോൾ നമുക്ക് അവളോട് ബഹുമാനം ഉണ്ടാകണം. നാം അവളെ കാണേണ്ടത് ബഹുമാനത്തിന്റെ കണ്ടുകൊണ്ടാണ്. മാ അക്രമൻ നിസാ ഇല്ലാ കരീമുൻ, പെണ്ണുങ്ങളെ ബഹുമാനിക്കാൻ മാന്യന്മാർക്ക് കഴിയൂ. ഒമാ അഹാനഹുന്ന ഇല്ലാ ലഈമുൻ, നിന്യന്മാരവരെ നിന്ദിക്കുക തന്നെ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണിനോട് ബഹുമാനം കാണിക്കാൻ കഴിയുക എന്നുള്ളത് അത് മാന്യന്മാരുടെ ലക്ഷണമാണ്. ഒരു പെണ്ണിനെ കാണുമ്പോൾ മാന്യതയുടെ കണ്ണുകൊണ്ട്, ബഹുമാനത്തിന്റെ കണ്ണുകൊണ്ട് ആ പെണ്ണിനെ കാണാൻ കഴിയുക. പ്രത്യേകിച്ച് ഭർതൃമതിയാണെങ്കിൽ, ഒരാളുടെ ഭാര്യയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ അഫ്സദൽ മർഅത അലാ സൗജിഹ, വിവാഹിതയായ ഒരു പെണ്ണിനെ വളച്ചൊടിക്കാൻ വേണ്ടി ഒരാൾ പോയാൽ, വേറൊരാളുടെ ഭാര്യയായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പെണ്ണിനെ വളയ്ക്കാൻ വേണ്ടി ഒരുത്തൻ പോയാൽ വിശ്വാസം ഫലൈസ മിന്ന, അവൻ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. ഒരു ഭർതൃമതിയായ പെണ്ണിനെ വളച്ചെടുക്കാൻ ശ്രമിക്കുന്നവൻ ലൈസ മിന്ന, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. അവന് ഈ ആദർശവുമായി ബന്ധമില്ല. അവനൊരു കുടുംബം കലക്കാൻ വേണ്ടി ശ്രമിക്കുന്നവനാണ് വിശ്വാസം പറയുന്നത്. അതുകൊണ്ട് എന്താണ് ഇതിന്റെ ഒരു പരിഹാരം? വൈകാരികത മനുഷ്യൻ അള്ളാഹു സൃഷ്ടിപ്പിലെ നൽകിയൊരു കാര്യമാണ്. അത് സ്ത്രീക്കും പുരുഷനും ഉണ്ട്. അതിന് പരിഹാരം പടച്ചതമ്പുരാൻ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്, വിവാഹം കഴിക്കുക. അതിനാണ് അള്ളാഹു വിവാഹം നിശ്ചയിച്ചത്. എല്ലാ പ്രവാചകന്മാരും വിവാഹം കഴിച്ചവരാണ്. വലഖദ് അർസൽനാ റുസലൻ മിൻ ഖബ്ലിക്, നബിയെ, താങ്കൾക്ക് മുമ്പ് ധാരാളം പ്രവാചകന്മാരാണ് ഞാൻ നിയോഗിച്ചിട്ടുണ്ട്. വജഅൽനാ ലഹും അസ്വാജൻ വദുരിയ, അവർക്കൊക്കെ ഭാര്യമാരും മക്കളും ഉണ്ടായിരുന്നു. ഈസാ നബി ഒഴിച്ച് എല്ലാ നബിമാരും വിവാഹം കഴിച്ചവരാ. ഈസാ നബി അലൈഹി ഇസ്ലാം ഇനി ഇറങ്ങി വരും. അദ്ദേഹം വിവാഹം കഴിക്കും, അദ്ദേഹത്തിന് മക്കളുണ്ടാകും. അദ്ദേഹം പരിശുദ്ധമായ റൗളയിൽ അദ്ദേഹത്തെ കബറടക്കപ്പെടും. അതുകൊണ്ട് വിവാഹം എന്ന് പറയുന്നത് പടച്ച തമ്പുരാൻ ഇതിന് പരിഹാരമായി നമുക്ക് കാണിച്ചു തന്ന ഒന്നാണ്. വിവാഹം കഴിച്ച് ജീവിക്കുക, അതിലൂടെ നിന്റെ വൈകാരികതയ്ക്ക് നീ ശമനം കണ്ടെത്തുക. പക്ഷെ ഇന്ന് നേതൃത്വങ്ങളിലിരിക്കുന്ന പലരും, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരായി കഴിഞ്ഞുപോയവരിൽ പോലും വിവാഹം കഴിക്കാത്ത മനുഷ്യന്മാരുണ്ടായിരുന്നു. അവർക്കൊക്കെ ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. വിവാഹം കഴിക്കാതെ ഒരു സന്യാസ ജീവിതം നയിക്കുമായിരുന്നില്ല. രാഷ്ട്രീയ രംഗത്ത് സമുന്നതങ്ങളിൽ പ്രവർത്തിക്കുന്ന പലർക്കും ഭാര്യമാരില്ല. വിവാഹപ്രായം കഴിഞ്ഞിട്ട് വിവാഹം കഴിക്കുന്നില്ല. അവിടെയാണ് തെറ്റിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ മനുഷ്യന് ഒരുങ്ങിക്കിട്ടുന്നത്. അതുകൊണ്ടാണ് വിവാഹം സുന്നത്തായി, അത് ചില സന്ദർഭത്തിൽ നിർബന്ധവുമായി നമ്മളോട് കൽപ്പിക്കപ്പെട്ടത്. വിവാഹമാണ് ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു മനുഷ്യൻ അവന്റെ വൈകാരികത അടക്കി വെക്കാൻ കഴിയില്ല. ഇതിന് പരിഹാരം കണ്ടെത്തണം. വിവാഹത്തിന് കഴിയാത്തവന് വിശ്വാസം അനുവദിച്ചു കൊടുത്ത, നിർദ്ദേശിച്ച പരിഹാരമാണ് നോമ്പുടിക്കുക. ഫഅലൈഹി ബിസ്സൗം ഫഇന്നഹു ലഹു വിജാ, നോമ്പ് പിടിച്ചുകൊണ്ട് ഇതിന്റെ വികാരം ശമിപ്പിക്കുക. ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചല്ലോ, കത്തോലിക്ക സമൂഹം പുരോഹിതന്മാർക്ക് വിവാഹം വേണ്ടെന്ന് തീരുമാനിച്ചപ്പോൾ ഉണ്ടായിത്തീർന്ന അപകടങ്ങൾ എന്താണ് ലോകത്ത്. അഭയ കേസിൽ നമുക്കറിയാം, അഭയ കേസ് കോടതിയിൽ വന്നപ്പോ തോമസ് കോട്ടൂർ എന്ന് പറയുന്ന അതിനകത്തെ പ്രധാനപ്പെട്ട പ്രതി, അദ്ദേഹത്തിന്റെ കുറ്റസമ്മതമായി തിരുവനന്തപുരം CBI കോടതിയിൽ പ്രോസിക്യൂഷൻ കൊടുത്ത ചില റിപ്പോർട്ടുകളുണ്ട്. ഈ തോമസ് കോട്ടൂർ സമ്മതിച്ചതായി പ്രോസിക്യൂഷൻ CBI കോടതിയിൽ കൊടുത്തു. തിരുവനന്തപുരം CBI കോടതിയിൽ അതിൽ പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന്, തോമസ് കോട്ടൂർ സമ്മതിച്ചത് എന്റെ ലോഹയുടെ ഉള്ളിൽ കരിങ്കല്ലല്ല എന്നാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, എന്റെ ഈ ലോഹയുടെ ഉള്ളിൽ കരിങ്കല്ലല്ല, ഒരു മനുഷ്യനാണ് ഞാൻ. എന്താണ് ആ വാക്കിനർത്ഥം? ഇത് തന്നെയാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിങ്ങൾ വിവാഹം കഴിക്കും, നിങ്ങളുടെ വസ്ത്രത്തിന്റെ ഉള്ളിൽ നിങ്ങൾ ആരും കരിങ്കല്ലല്ല. ഏത് വസ്ത്രം ധരിച്ചാലും ആ വസ്ത്രത്തിന്റെ ഉള്ളിലുള്ളത് പച്ച മനുഷ്യനാണ്.
അവന് വിചാരങ്ങളുണ്ട്, വികാരങ്ങളുണ്ട്. അത് തന്നെയാണ് കോട്ടൂര് പറഞ്ഞത്, ഈ ലോഹയ്ക്കുള്ളിൽ കരിങ്കല്ലല്ല. രണ്ടാമത് അദ്ദേഹം കുറ്റസമ്മതമായി പറഞ്ഞ കാര്യം, ഞാനും സഫിയും തമ്മിൽ ഭാര്യഭർത്താക്കന്മാരെ പോലെയാണ് ജീവിച്ചത്. സന്യാസം തെരഞ്ഞെടുത്തൊരു പുരോഹിതൻ കോടതിയുടെ മുന്നിൽ സമ്മതിച്ചതായി പ്രോസിക്യൂഷൻ കൊടുത്ത റിപ്പോർട്ടാണ്. അപ്പൊ മനുഷ്യരെ കൊണ്ട് കഴിയാത്തൊരു കാര്യമാണ് സന്യാസ ജീവിതം എന്നുള്ളത്. അത് പ്രകൃതി വിരുദ്ധമാണ്. ഇസ്ലാം പ്രകൃതി മതമാണ്. അതുകൊണ്ട് തന്നെയാണ് വിവാഹം എന്ന് പറയുന്നത് നമുക്കൊരു പരിഹാരമായി നിശ്ചയിച്ചു തന്നിരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഇസ്ലാം അതിന് പ്രായം പോലും നിശ്ചയിക്കാത്തത്. വിവാഹം കഴിക്കുന്നതിന് പ്രായം ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല. നമ്മളാണ് പ്രായം നിശ്ചയിച്ചത്. നമ്മളെക്കാൾ എണ ചെറുതായിരിക്കണം, പെണ്ണിന് പ്രായം കുറയണം, ആണൊരു 4 വയസ്സ് കൂടണം. ഇത് നമ്മൾ നിശ്ചയിച്ചതാണ്. വിശ്വാസം ഖദീജ വിവാഹം കഴിച്ചല്ലോ. നബിയേക്കാൾ 10-15 വയസ്സ് പ്രായമുള്ള ഖദീജ വിവാഹം കഴിച്ചില്ല. സച്ചിൻ ടെണ്ടുൽക്കർ വിവാഹം കഴിച്ചത് അദ്ദേഹത്തെക്കാൾ 6 വയസ്സ് പ്രായമുള്ള സ്ത്രീയാണ്. ഇവിടെ വിവാദമായില്ലല്ലോ. നെപ്പോളിയൻ വിവാഹം കഴിച്ചത് അദ്ദേഹത്തെക്കാൾ 7 വയസ്സ് പ്രായം കൂടിയ പെണ്ണിനെ. ഷേക്സ്പിയർ വിവാഹം കഴിച്ചത് അദ്ദേഹത്തെക്കാൾ 8 വയസ്സ് പ്രായം കൂടിയ ഒരു പെണ്ണിനെ. ആരും വിവാദമാക്കിയില്ലല്ലോ. അപ്പൊ ദാമ്പത്യത്തിന് ഇസ്ലാം അങ്ങനെ ഒരു പ്രായം നിശ്ചയിച്ചിട്ടില്ല. കാരണം മനുഷ്യന്റെ വൈകാരികതയ്ക്ക് ഏതാണ് ഒതുങ്ങുന്നത് ആ ഒരു രീതി മനുഷ്യൻ തെരഞ്ഞെടുക്കും. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം 18 വയസ്സാണ് പെൺകുട്ടിക്ക്, ആൺകുട്ടിക്ക് 21 വയസ്സും വേണം. അത് തന്നെ മാറ്റം വരുത്താൻ വേണ്ടി മോഡി ഗവൺമെന്റ് ആലോചിച്ചു. പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്താൻ വേണ്ടി ആലോചിച്ചു. അപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് കുറെ വിവാഹങ്ങളൊക്കെ ഇടയ്ക്ക് നടത്തിവിട്ടത്. ഇന്നും ലോകത്ത് 143 രാജ്യങ്ങളിൽ, അമേരിക്ക ഉൾപ്പെടെ ജർമ്മനി ഉൾപ്പെടെയുള്ള 143 രാജ്യങ്ങളിൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 അവിടെയാണ് നമ്മൾ 18 നിന്നും പെൺകുട്ടിയുടെ വിവാഹപ്രായം ഉയർത്താൻ വേണ്ടി ആലോചിക്കുന്നത്. തീർച്ചയായിട്ടും അത് അപകടകരമാണത്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ അവന്റെ വൈകാരികതയ്ക്ക് ഒരു ഇണ ആവശ്യമാണെന്ന് തോന്നുന്ന സന്ദർഭത്തിൽ അവന് വിവാഹം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെന്നതുകൊണ്ടാണ് ഇസ്ലാം അതിനൊരു പ്രായപൂർത്തി നിശ്ചയിക്കാത്തത്. തന്നെയല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഷിറാറുക്കും ഇസാബുക്കും, അവിവാഹിത ജീവിതം നയിക്കുന്നവരായിരിക്കും നിങ്ങളിൽ ഏറ്റവും മോശക്കാർ. കല്യാണം കഴിക്കാത്തവരായിരിക്കും മോശക്കാർ. എത്ര കൃത്യമാണ് ആ വാക്ക്. കാരണം വിവാഹം കഴിക്കാത്ത മനുഷ്യൻ തെറ്റിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് അവരെക്കുറിച്ച് മോശക്കാരെന്ന് പറഞ്ഞത്. നിക്കാഹ് എന്റെ ചര്യയാണ്, എന്റെ ചര്യ പിൻപറ്റുന്നവൻ എന്നിൽപ്പെട്ടവനാണ്. ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി. വിവാഹത്തിന് തയ്യാറാകാത്തവർ എന്റെ ചര്യ അവഗണിച്ചവരാണ്, അവൻ എന്നിൽപ്പെട്ടവനല്ല. എത്ര കൃത്യമായിട്ടാണ് ആ പാഠങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. തന്നെയല്ല, വിവാഹത്തിന്റെ ഒരു പ്രത്യേകത സ്വർഗത്തിൽ നിന്ന് തുടങ്ങി ഭൂമിയിൽ നിലനിൽക്കുന്നതും സ്വർഗത്തിൽ തിരിച്ചെത്തുന്നതുമായ ഒരേ ഒരു കർമ്മം ഈ വിവാഹമാണ്. സ്വർഗത്തിൽ നിന്നാണ് അതിന്റെ തുടക്കം. ആദ്യത്തെ പുരുഷനെയും ആദ്യത്തെ സ്ത്രീയെയും അല്ലാഹു തആല വിവാഹം കഴിപ്പിച്ചിട്ടാണ് ഭൂമിയിലേക്ക് വിട്ടത്. ആ കല്യാണം ഭൂമിയിലാകട്ടെ എന്ന് പടച്ചോൻ തീരുമാനിച്ചില്ല. അല്ലാഹു ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചു. ആദമിനെ അല്ലാഹു ഉറക്കിക്കിടത്തി. ഇന്നത്തെ ഭാഷ പറഞ്ഞ അനസ്തേഷ കൊടുത്തു എന്ന് പറയാം. എന്നിട്ടാണ് ഉറക്കത്തിലാണ് ആദമിന്റെ ഇടത്തെ വാരിയലിൽ നിന്നും ഏറ്റവും അടിയിലെ വാരിയലിൽ ഊരിയെടുക്കുന്നത്. ഇന്നും പുരുഷന് ഇടതുഭാഗത്തൊരു വാരിയലിൽ കുറവാ, 17 ഉണ്ടാവുള്ളൂ, വലതുഭാഗത്ത് 18 ഉണ്ടാവും. ഒരെണ്ണം ഊരിയെടുത്താണ് അല്ലാഹു തആല ഹവ്വയെ സൃഷ്ടിച്ചു. ആദം ഉറക്കം എഴുന്നേറ്റ് നോക്കുമ്പോൾ തന്റെ മുന്നിലൊരു പെണ്ണുണ്ട്, സുന്ദരിയായ ഒരു പെണ്ണ്. അവിടെയാണ് ആദമിന്റെ വികാരം ഉണരുന്നത്. ആദം ചോദിക്കുന്നുണ്ട്, നീ ആരാണ്, നീ എന്താണ്, നിന്റെ പേരെന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ എന്നും ചോദിക്കുന്നുണ്ട്. ആ ചോദ്യമൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. സ്വർഗത്തിൽ നമ്മുടെ ആദ്യത്തെ പെണ്ണിനോട് ചോദിച്ചു, നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? അന്ന് ഹവ്വ പറഞ്ഞ മറുപടി ഇല്ല എന്നാ. പെണ്ണുങ്ങൾ അങ്ങനെയാണ്, പലതും പറയാൻ മടിക്കും. 10 മടങ്ങ് ആദമിന് എത്ര സ്നേഹം ഹവ്വയോടുണ്ടോ 10 മടങ്ങ് സ്നേഹം ഹവ്വയ്ക്കുണ്ടായിട്ട് പോലും ഹവ്വ പറഞ്ഞതില്ല എന്നാ പറഞ്ഞത്. മനസ്സിലില്ലാഞ്ഞിട്ടല്ല, സ്ത്രീകളുടെ സ്വഭാവം സ്ത്രീയെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ആ വിവാഹം കഴിഞ്ഞു, മഹ്റ് കൊടുത്തു. പക്ഷെ അവിടെ വലീമ നടന്നില്ല. ഇന്ന് നമുക്കിടയിൽ ഏറ്റവും പ്രാധാന്യം വലീമയ്ക്കാണ്. ആഘോഷ കല്യാണങ്ങളാണ് നമ്മുടെ ഇടയിൽ. കല്യാണം എങ്ങനെ സമ്മേളനമാക്കാമെന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. സ്വർഗത്തിൽ നടന്ന കല്യാണം സമ്മേളനമായിരുന്നില്ല, അത് കല്യാണം മാത്രം, നിക്കാഹ് മാത്രമായിരുന്നു. മലക്കുകൾക്ക് ഭക്ഷണം വേണ്ടല്ലോ, അവിടെ വലീമ നടന്നിട്ടില്ല. അങ്ങനെ ദമ്പതികളാക്കിയിട്ടാണ് അവരെ ഭൂമിയിലേക്ക് വിട്ടത്. അന്ന് ഹവ്വയോട് ചോദിക്കുന്നുണ്ട് ആദം, എന്തിനാണ് നിന്നെ എനിക്ക് വേണ്ടി അല്ലാഹു പടച്ചത്? ഹവ്വ പറഞ്ഞ മറുപടി, എന്നിലൂടെ നിങ്ങൾക്ക് ശാന്തി ലഭിക്കാൻ, നിങ്ങളിലൂടെ എനിക്ക് ശാന്തി ലഭിക്കാനെന്നാണ്. സമാധാനത്തിന് വേണ്ടിയാണ് അല്ലാഹു എന്നെ പടച്ചതും എനിക്ക് വേണ്ടി നിങ്ങളെ പടച്ചതുമെന്ന് ഹവ്വ റളിയല്ലാഹു തആല അൻഹ ആദമിനോട് പറയുന്നുണ്ട്.
ചുരുക്കത്തിൽ ഈ വിവാഹം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം, ആ നിക്കാഹ് സ്വർഗീയമായ ഏർപ്പാടാണ്. ഇത് ഭൂമിയിൽ നടക്കുന്നുണ്ട്. നാളെ സ്വർഗത്തിലും തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ഈ വിവാഹത്തിലൂടെ ദമ്പതികളായ ആളുകൾ ഇണകളായി സ്വർഗത്തിൽ കഴിയേണ്ടി വരുമാണ്. അതുകൊണ്ട് നിക്കാഹ് ചെയ്യണം. ഇനി ചില ആളുകളൊക്കെ വിവാഹം കഴിച്ചിട്ടും തെറ്റിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അതിന്റെ കാരണം വേറെയാണ്. വിവാഹം എല്ലാത്തിനും പരിഹാരമാണോ? പരിഹാരമാണ്. ഇസ്ലാം പറഞ്ഞ രീതിയിൽ നിങ്ങൾ വിവാഹം കഴിക്കുകയും നിങ്ങളുടെ ദാമ്പത്യ ജീവിതം നയിക്കുകയും ചെയ്താൽ തെറ്റിന് പരിഹാരമാണ്. ലൈംഗിക വിശുദ്ധി കൈവരിക്കാൻ വിവാഹം മാത്രം മതി. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് വിവാഹിതരായ പല ആളുകളും ഈ തെറ്റിന്റെ പുറകെ പോകുന്നതാണ്. അതിന് കാരണം ദാമ്പത്യ ജീവിതത്തിലെ തകർച്ചയാണ്. അവിടെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. എന്തുകൊണ്ടാണ് ദാമ്പത്യം തകർന്നു പോയത്? ദാമ്പത്യ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് അസംതൃപ്തി ഉണ്ടായിത്തീർന്നത്? അതിനെക്കുറിച്ചാണ് അവിടെ പരിശോധിക്കേണ്ടത്. അവിടെയാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ മഹനീയമായ മാതൃകകൾ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാരും ജീവിച്ച മഹനീയമായ ഒരു ദാമ്പത്യ ജീവിതം നമ്മുടെ മുന്നിലുണ്ട്. അതിനെ നമ്മൾ മാതൃകയാക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കുന്തു ഉസാബിക്കുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ അദ്വി, ഞാനും എന്റെ ഭർത്താവ് റസൂലും കൂടി ചാടിക്കളിക്കാറുണ്ടായിരുന്നു. ഹൈജമ്പ്. ആരാ? ലോകഗുരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഭാര്യയുടെ കൂടെ ഹൈജമ്പ്, ചാടിക്കളിക്കുക, ഓടിക്കളിക്കുക. ഒരു ദാമ്പത്യം എങ്ങനെയായിരിക്കണമെന്ന മാതൃകയാണ് പഠിപ്പിക്കുന്നത്. എത്ര കൃത്യമാണ് ആ പഠനങ്ങൾ. നമുക്ക് ഈ ദാമ്പത്യം പഠിക്കാൻ എവിടെയാണ് പോകേണ്ടത്? ഒരു സ്ഥലത്തും പോകണ്ടല്ലോ. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ അടുക്കലേക്ക് പത്നിയായി വരുന്നു. വളരെ ചെറിയ പ്രായത്തിൽ 9 വയസ്സിൽ കൂട്ടിക്കൊണ്ടുവരുമ്പോ ആയിഷാബിയുടെ കൂട്ടത്തിൽ കളിപ്പാവയുണ്ട്. ഒരു കളിപ്പാവയുമായി ഊഞ്ഞാലുമായിട്ടാണ് ആയിഷ ബീവി റസൂലിന്റെ അടുക്കലേക്ക് വരുന്നത്, ഭാര്യയായിട്ട് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുമ്പോൾ ഒരിക്കൽ ആയിഷ ബീവി ഇങ്ങനെ കുതിര കളിച്ചുകൊണ്ട് കുതിര വെച്ചിട്ട് തന്നെ കളിക്കുകയാണ്. ആ കുതിരയ്ക്ക് ചിറകുണ്ട്. അപ്പൊ നബി ചോദിച്ചു ആയിഷയോട്, അല്ല ആയിഷ, കുതിരയ്ക്ക് ചിറകുണ്ടാവും, നിന്റെ കുതിരയ്ക്ക് ചിറകുണ്ടല്ലോ. ആയിഷാബി പറഞ്ഞ മറുപടി, നബി സുലൈമാൻ നബിയുടെ കുതിരയ്ക്ക് ചിറകുണ്ടായിരുന്നില്ല എന്നാ ചോദിച്ചത്. ബുദ്ധിമതി ആയിഷാബിയുടെ ചോദ്യമാണ്. എത്ര സുന്ദരമാണ് ആ ദാമ്പത്യം, എത്ര മനോഹരമാണ് ആ ദാമ്പത്യം. നമുക്കിത് പഠിക്കാൻ എവിടെയാണ് പോകേണ്ടത്? ഒരു സ്ഥലത്തും നമുക്കിത് പഠിക്കാൻ പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിലെ വിള്ളലുകളാണ്, പ്രശ്നങ്ങളാണ് തീർച്ചയായിട്ടും ഈ വിവാഹം കഴിച്ചിട്ടും തെറ്റിലേക്ക് മനുഷ്യനെ പോകാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. അതിന് നമ്മുടെ ദാമ്പത്യ ജീവിതം തിരുത്തുകയാണ് വേണ്ടത്. ആണും തിരുത്തണം, പെണ്ണും തിരുത്തണം. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ യോഗ്യത, ഒരു സാലിഹത്തായ ഭാര്യയുടെ യോഗ്യതയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവളെ കാണുമ്പോൾ ഈ പുരുഷന് ആനന്ദം തോന്നണം, കണ്ടാൽ സന്തോഷം തോന്നണം. ആ രീതിയിൽ ഒരു പെണ്ണ് തന്റെ ആണിന്റെ മുന്നിലായിത്തീരണം, പുരുഷൻ അതുപോലെ ആയിത്തീരണം. ലുഖ്മാനുൽ ഹക്കീം റഹ്മത്തുള്ളാഹി തആല അലൈഹി തന്റെ മകനെ വിളിച്ചു കൊടുക്കുന്ന ഒരു ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്, മോനെ, നീ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ചെന്നാൽ നീ വീട്ടിൽ കുട്ടിയെ പോലെ ആയിരിക്കണം, ഭാര്യയുടെ മുന്നിൽ കുട്ടിയെ പോലെ ആയിരിക്കണം. നമ്മൾ കളക്ടറാണെങ്കിലും വീട്ടിൽ ചെന്ന കളക്ടറല്ല, വീട്ടിൽ ഭാര്യയുടെ മുന്നിൽ ഭർത്താവായിരിക്കണം, ഒരു കുട്ടിയെ പോലെ. അവളോട് തമാശ പറയുന്ന, അവളോട് കളിക്കുന്ന, അവളോട് വിനോദിക്കുന്ന, അവളോട് സന്തോഷങ്ങൾ പങ്കിടുന്ന, അവളുടെ മുന്നിൽ സങ്കടങ്ങൾ തുറന്നു പറയുന്ന ഒരു കളിക്കൂട്ടുകാരനെ പോലെ വീട്ടിൽ ഭർത്താക്കന്മാർക്കാകാൻ കഴിയണം. ദാമ്പത്യം സന്തുഷ്ടമായി തീരും. രണ്ടാമത്തെ യോഗ്യതയായി പറഞ്ഞത്, നീ പറഞ്ഞാൽ അനുസരിക്കാം, അനുസരിക്കുന്ന ഭാര്യ. ഒരു ഭാര്യയ്ക്ക് ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് കടപ്പെട്ടത് ഭർത്താവിനോടാണ്. അവളുടെ വാപ്പ പറഞ്ഞതും ഭർത്താവ് പറഞ്ഞതും എതിരായാൽ ആരുടെ വർത്തമാനമാണ് അംഗീകരിക്കേണ്ടത്? ആരുടെ ആജ്ഞയാണ് സ്വീകരിക്കേണ്ടത്? പലരും തെറ്റിദ്ധരിച്ചൊരു കാര്യമാണ്, കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭർത്തൃമതിയായ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിന് ചില പരിധികളും പരിമിതികളും ഉണ്ട്. അവളുടെ വാപ്പയും ഉമ്മയല്ല അവൾക്ക് ഏറ്റവും കടപ്പെട്ടത്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കടപ്പെട്ടത് സ്വന്തം മാതാപിതാക്കളോടാണ്. വിവാഹം കഴിച്ചൊരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തെ ഏറ്റവും വലിയ കടപ്പാട് അവൾക്ക് അവളുടെ മാതാപിതാക്കളോടല്ല, സ്വന്തം ഭർത്താവിനോടാണ്. സ്വന്തം ഭർത്താവ് വിസമ്മതിച്ചാൽ, ഭർത്താവിന്റെ തൃപ്തിയില്ലെങ്കിൽ ആ മാതാപിതാക്കളെ കാണാൻ പോലും പോകാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തൊരു ഭർത്താവ് ജോലിക്ക് വേണ്ടി പോകുമ്പോൾ ഭാര്യയോട് പറഞ്ഞു, ഞാൻ വരാതെ നീ വീട്ടിൽ നിന്ന് ഇറങ്ങരുത്. അയാൾ ജോലിക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവളുടെ വാപ്പയ്ക്ക് രോഗമാണെന്ന് ഒരാൾ വന്ന് പറഞ്ഞു, നിന്റെ വാപ്പ രോഗിയാണ്. ആ പെണ്ണ് റസൂലിന്റെ അടുക്കലേക്ക് ആളെ വിട്ടു, എന്റെ വാപ്പ രോഗിയാണ്, ഭർത്താവ് പോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. വാപ്പ രോഗിയാണെങ്കിലും ഭർത്താവ് പറഞ്ഞതനുസരിക്കും, വീട്ടിൽ നിന്ന് ഇറങ്ങരുതെന്ന് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോ ആ പെണ്ണ് ആളെ വിട്ടിട്ട് പറഞ്ഞു, റസൂലെ, എനിക്കിപ്പോ വിവരം കിട്ടിയിട്ടുണ്ട്, വാപ്പ സക്കറാത്തിന്റെ ഹാലിയിലാണ്, മരിക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചു. ഈ സൗജയ്ക്ക് വാപ്പയെ കാണാൻ പോവല്ല വേണ്ടത്, ഭർത്താവിനെ അനുസരിക്കണം, ഇറങ്ങരുത്. വീണ്ടും ആ പെണ്ണിനെ ഒന്ന് വിവരം അറിയിച്ചു, എന്റെ വാപ്പ മരിച്ചിട്ടുണ്ട്. ആ പെണ്ണ് ആളെ വിട്ടു റസൂലിന്റെ അടുക്കലേക്ക്, റസൂൽ, എന്റെ വാപ്പ മരിച്ചു, ഇനിയെങ്കിലും മയ്യത്തെങ്കിലും കണ്ടോട്ടെ എന്ന് ചോദിച്ചു. റസൂൽ ഈ സൗജയ്ക്ക് ഭർത്താവിനെ അനുസരിക്കുക.
ആ വാപ്പയുടെ മയ്യത്ത് കാണാൻ പോലും റസൂലുള്ളാഹികൾ അനുവദിക്കുന്നില്ല. ഭർത്തൃമതിയായ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഏറ്റവും കടപ്പാട് സ്വന്തം ഭർത്താവിനോടാണ്. ഭർത്താവിനെ അനുസരിക്കണം. വാപ്പയുടെ വാക്കും ഭർത്താവിന്റെ വാക്കും എതിരായാൽ വാപ്പയുടെ വാക്ക് മാറ്റിവെച്ചിട്ട് ഭർത്താവിന്റെ വാക്ക് അനുസരിക്കണം. അവൾക്ക് അത്രയും കടപ്പാട് അവരോടുണ്ട്. വിധങ്ങൾ പറഞ്ഞില്ലേ, ഒരു പെണ്ണും റബ്ബിനോടുള്ള കടപ്പാട് വീട്ടുകയില്ല ഭർത്താവിനോടുള്ള കടപ്പാട് വീട്ടുന്നത് വരെ. ഭർത്താവിനോടുള്ള കടപ്പാട് വീട്ടാത്ത പെണ്ണിന് റബ്ബിനോടുള്ള കടപ്പാട് വീട്ടാൻ കഴിയില്ല. ഇതൊരു ഭാര്യ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതിപ്പോ നിങ്ങളോട് പറയുന്നത് ചില രക്ഷിതാക്കളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് വിവാഹം കഴിച്ചുവിട്ടാലും എന്റെ മോള് ഞാൻ പറയുന്ന അനുസരിക്കണം, ഞങ്ങൾ പറയുന്ന പോലെ നിൽക്കണമെന്ന ചിന്താഗതി ചില പിതാക്കൾക്കുള്ളതുകൊണ്ടാണ് ചില കുടുംബങ്ങളിലൊക്കെ വിവാഹ പ്രശ്നങ്ങൾ ഉണ്ടായിത്തീരുന്നത്. ചില തലാക്കുകളുടെ കാരണവും അതുതന്നെയാണ്. ബാഹ്യമായ ഇടപെടലുകൾക്ക് സ്ഥാനമില്ല. വിവാഹം കഴിച്ചുവിട്ടാൽ ശറഈന്റെ നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ആ ഭർത്താവ് ഭാര്യയെ നിയന്ത്രിക്കുമ്പോൾ വിട്ടുകൊടുക്കണം. നമ്മളുടെ അനിയന്ത്രിതമായ ഇടപെടലുകൾ അവിടെ ഉണ്ടാകരുത്. നമ്മൾ അവരെ ജീവിക്കാൻ അനുവദിക്കണം. എന്നാൽ തന്നെ പ്രശ്നങ്ങൾക്ക് സമാധാനം. അതുകൊണ്ട് ലൈംഗിക വിശുദ്ധി എന്നുള്ളത് പ്രധാനമാണ്. നമ്മളത് കാത്തു സൂക്ഷിക്കണം. വിവാഹം കഴിക്കുകയും വിവാഹം കഴിച്ച ആളുകൾ സംതൃപ്തമായ ദാമ്പത്യത്തിലൂടെ സംതൃപ്തമായ ലൈംഗിക വിശുദ്ധി കൈവരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും വേണം. പടച്ച തമ്പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹൃദ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.